സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ നിരവധി മാറ്റങ്ങൾ ജനുവരി മാസം മുതൽ എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. പെൻഷൻ തടയപ്പെടാൻ നിരവധി കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ, അപ്പോൾ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഗുണഭോക്താക്കളും വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മറ്റ് ജോലിക്കൊന്നും പോവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. 1600 രൂപ ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ അത് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപ വിതരണം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ഒരു പിശക് മൂലം ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനോ അല്ലെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലൊക്കെ പല രീതിയിലും ഈ ഒരു പെൻഷൻ തടയപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിരിക്കുകയാണ്. തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങൾ വിധവാ പെൻഷനോ അല്ലെങ്കിൽ അവിവാഹിത പെൻഷനോ കൈപ്പറ്റുന്ന ഒരു ഗുണഭോക്താവാണെങ്കിൽ ഈ ഒരു ജനുവരി മാസം 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ വിവാഹിത അല്ല അല്ലെങ്കിൽ പുനർവിവാഹിത ആയിട്ടില്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രം നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ വിവാഹിതരായി കണക്കാക്കുകയോ അല്ലെങ്കിൽ നിലവിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ള കണക്കാക്കലൊക്കെ ഉണ്ടായി നിങ്ങളുടെ പെൻഷൻ തടയപ്പെടാൻ സാധ്യതയുണ്ട്. സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾ വിവാഹിത ആയിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിച്ചിരിക്കണം. കാരണം അത്തരത്തിലുള്ള ഒരു പെൻഷനാണ് നിങ്ങൾക്ക് നൽകി വരുന്നത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി പ്രതിമാസം 2000 രൂപയൊക്കെ നിങ്ങൾ EPF പെൻഷൻ കൈപ്പറ്റുന്ന ഒരു ഗുണഭോക്താവാണെങ്കിൽ അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ എന്നിവ പുതുക്കിയ നിലയിൽ തന്നെ ലഭിക്കുവാനുള്ള അർഹതയുമുണ്ട്. 2000 രൂപയ്ക്ക് മുകളിൽ EPF പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ എന്നിവ 600 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരെയാണ് വിധവകളായി കണക്കാക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഈ വിധവകൾക്കാണ് വിധവ പെൻഷൻ നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് മരണപ്പെടുകയോ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാൻ ഇല്ലാത്തതോ ആയവരെ മാത്രമാണ് വിധവകളായി പരിഗണിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ 2019 മുതൽ വിധവ പെൻഷൻ അനുവദിക്കുന്നുള്ളൂ. മുൻപ് ഇങ്ങനെ അല്ലാത്തവരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിച്ചിരുന്നു എന്നൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഓരോ വർഷവും ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് സർക്കാർ നടത്താറുണ്ട്. അപ്പൊ എല്ലാ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടത് നിർബന്ധമാണ്. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. മസ്റ്ററിംഗിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങൾ ജീവിച്ചിരിപ്പില്ല എന്ന് കണക്കാക്കി നിങ്ങളുടെ പെൻഷൻ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നീട് നിങ്ങൾ മസ്റ്ററിംഗ് എന്നാണോ പൂർത്തിയാക്കുന്നത് അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക. മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു പെൻഷൻ തുക പിന്നീട് ലഭിക്കുകയുമില്ല. വാർഷിക മസ്റ്ററിംഗിൽ ബയോമെട്രിക് മസ്റ്ററിംഗിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും സാധിക്കും. ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2000 രൂപയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ മുൻപത്തെ പ്രഖ്യാപനം അനുസരിച്ച് 2500 രൂപയിലേക്ക് പെൻഷൻ എത്തിക്കുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സർക്കാർ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു വാഗ്ദാനം പാലിക്കുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ. ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം പാലിക്കുകയാണെങ്കിൽ പെൻഷൻ തുക 2500 രൂപയിലേക്ക് എത്തുകയും ചെയ്യും. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.